ഫുഡ് ആൻഡ് ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ സ്വാഗതം. ഇന്ന് 7ാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ്. നമ്മ എന്തായാലും ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലത്ത് വന്നേക്കണം, ചേന്നമംഗലം പാലിയം. എന്തായാലും പൈതൃക സ്മരണകൾ ഉറങ്ങുന്ന ഈ ഏരിയയിലേക്ക് നമുക്ക് പോകാട്ടോ. ഓക്കേ, നാൽപ്പത് വർഷം ഞാനിവിടെ കച്ചവടം, പച്ചക്കറി കച്ചവടം തുടങ്ങിയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ നടത്തിക്കൊണ്ടിരുന്നിരുന്ന 60 കൊല്ലത്തെ പഴക്കൊണ്ട് ഈ കിടക്കും. ഞാൻ ജ്യേഷ്ഠൻ മരിച്ചതിന് ശേഷം 40 വർഷം ഞാൻ 40 വർഷമായി. പിന്നെ മാങ്ങകളൊക്കെ ഇവിടെ പഴിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി മരം മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പഴിപ്പിക്കുള്ളൂ. കാർബൈഡൊന്നും ഇല്ലാണ്ട് അധികം സാധനങ്ങൾ പഴിപ്പിക്കണതിൻ്റെ പേരിൽ എൻ്റെ മാങ്ങക്ക് മക്കളുണ്ടാവും. കാരണം മാവിന് വിത്ത് ഒന്നും മുളക്കണില്ല. മുളക്കാത്ത കാരണം ഈ സാധനം കാർബൈഡ് വെച്ച് പഴിപ്പിക്കുകയാണ്. മുളക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്യണം എല്ലാവരെയും. അവര് മാങ്ങ എളുപ്പത്തിന് പഴിപ്പിക്കാൻ വേണ്ടി ചെയ്യണം. അങ്ങനെ മാങ്ങ പഴിപ്പിക്കണം. ഞാൻ പിന്നെ പച്ചക്കറി സാധനങ്ങൾ കുറച്ചൊക്കെ മിക്കതും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നു. കല്യാണമൊക്കെ കഴിച്ചതിൽ വൈകിപ്പോയി. 45-ലാണ് എന്റെ കല്യാണം നടന്നത്. എനിക്ക് ഒരു മോള് മാത്രമേ താമസിക്കുന്നത് തന്നെ ഒരു സ്വന്തം വീടില്ലാണ്ട് ഒരു വാടകയ്ക്ക് വീടൊക്കെ നന്നാക്കി മോളേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആഗ്രഹം കൊണ്ടൊക്കെ ദൈവാനുഗ്രഹം പോലെ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 80 കാലഘട്ടത്തിൽ പിന്നെ എനിക്ക് ദൈവാനുഗ്രഹത്തിൽ ഈ കട എനിക്ക് മേടിക്കാൻ സാധിക്കും. അതെനിക്ക് വലിയ ആകെയുള്ള സമ്പാദ്യം എന്ന് വേണം പറയാനായിട്ട്. പിന്നെ അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഒരേ ഭാഗങ്ങൾ ഇങ്ങനെ എളുപ്പിന് പോകും. ഒരേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചന്തകളിലെല്ലാം അധികം പോകണം. ഞങ്ങളിങ്ങനെ തട്ടാമ്പടി, മാഞ്ഞാലി, പുളിയന്നൂര് അങ്ങനെ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവരണം. സാധനങ്ങളെല്ലാം വിൽപ്പനക്ക് നിരത്തണം. കാലത്ത് 6 മണിക്ക് വൈകിയെങ്കിലും പോയിട്ട് ഉച്ചക്ക് ഒരു 9 മണിക്കൊക്കെ ഇവിടെ തിരിച്ചെത്തും. പിന്നെ സാധനങ്ങൾ നിരത്തി അങ്ങനെ ഇപ്പൊ എന്റെ പണിക്കാരും എന്റെ ഭാര്യയാണ് സഹായിക്കാൻ വന്നത്. അവൾക്ക് വന്നിട്ടില്ല, അവൾക്കുണ്ടാവും. അവളെ ഇന്ന വീട്ടിലാണ്. വീട്ടിലത്തെ പണിയൊക്കെ ഉള്ള മോളൊക്കെ വന്നേക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ ഞങ്ങളാണ് നടത്തുന്നത്. വേറെ ഒരു തൊഴിലാളികളെ വെച്ച് നടത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിന്റെ അങ്ങനെ നടത്തിക്കൊണ്ടു. ദൈവത്തിന്റെ അനുഗ്രഹം ഇന്നലെ വരെ നടന്നു പോയിട്ട് നടക്കും. ഇതിന്റെ പിന്നിൽ ദൈവശക്തിയല്ല ഉണ്ടാക്കാൻ ലോകത്തിൽ എല്ലാം നടത്തുന്നത് ദൈവം. ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ പോകും. ചരിത്രപ്രധാനമായ പാടമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണാം. ഇവിടെ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ മുമ്പിൽ കാണാം. എന്റെ ചെറുപ്രായത്തിൽ വെളുപ്പിന് ജനങ്ങൾ വലിയ മാറ്റം എന്ന് പറയും. വെളുപ്പിന് ചെറുമാറ്റം കഴിഞ്ഞ് വലിയ മാറ്റം. വെളുപ്പിനിന്റെ എരമ്പല് വളരെ ദൂരങ്ങളിൽ കേൾക്കാം. ആളുകൾ അത്രയും ആർത്ത് ആണ് വന്നിരുന്നത് ഈ മാറ്റപ്പാടത്ത്. ഈ ഇവിടെ കാണുന്ന തോട്ടിൽ കൂടെയാണ് വള്ളങ്ങളിൽ അന്ന് കാലത്ത് അമ്മിക്കല്ല്, ആട്ടുകല്ല്, അതുപോലെ വലിയ വലിയ കട്ടിലുകൾ, അതുപോലെ ഉരല്, ഈ വക സാധനങ്ങൾ, പിന്നെ പഞ്ഞി, കിടക്കയ്ക്ക് വേണ്ടുന്ന ഈ ഇത് പഞ്ഞിക്കായ, അതുപോലെ ചെക്ക് കറക്ക് പരമ്പരാഗതമായിട്ട് ചെക്ക് മേഖലയായിരുന്നു ഈ കിണർ. ആ ചെക്കിന് ഇതിനുള്ള സാധനം കുമ്പം, ചൊരക്ക കുമ്പം, അത് മറ്റേ കൊട്ടാനുള്ള ഇത് കത്തി, ചെക്ക് കത്തി. അന്ന് ഏറ്റവും കൂടുതൽ പൈസ ആ കാലഘട്ടത്തിൽ മാറ്റപ്പാടത്ത് ചെലവാക്കുന്നത് ചെക്കുകാരാണ്. അവർക്കാണ് അന്ന് കാശ് കൂടുതൽ ചെക്കിന്റെ ഇത്. അവരൊന്ന് മാറ്റപ്പാടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നല്ല രീതിക്ക് വിൽക്കുകയിലും ഈ മാറ്റം പിരിയണ സമയത്ത് അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇറച്ചി, അതൊരു ചടങ്ങാണ്. താറാവ് കൂട്ടം കൂടിയ താറാവ് ഇറച്ചി. ഇവിടെ താറാവിനെ കൊണ്ടുവന്ന ഈ കോരിക്കാർ അവരാണ് താറാവിനെ കൊണ്ടുവന്ന് വിൽപ്പന നടത്താറ്. ഇതുപോലെ പഴയ കാലത്ത് കരിമ്പാടത്ത് പല
ചട്ടമാരെന്നൊക്കെ പറഞ്ഞ പോലെ കൊണ്ടുപോയി പാപ്പൻ എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ ഉണ്ട്. പോർക്കനെ കുറിച്ച് പുള്ളി പച്ചയ്ക്ക് തിന്ന് കാണിക്കും. ആൾക്കാർ മേടിക്കാൻ വരുമ്പോൾ ഇറച്ചി കാര്യങ്ങൾ നമ്മൾ എൻ്റെ ചെറുപ്പകാലത്ത് കാണുന്ന ഒരു രീതിയാണ് ഈ മാറ്റത്തെ കുറിച്ച്. ഇതുകൂടാതെ നല്ലൊരു ചെറിയ മാറ്റം ഇതുപോലെ അവിടെയും നടക്കുന്നുണ്ടെന്ന് പറയണം. കാലത്ത് മാങ്ങോളത്ത് ഇത് മേടിച്ചു, അങ്ങനെ വാട്ടർ സിസ്റ്റം എന്നുള്ള രീതിക്കാണ് പറയാം. പിന്നീട് ഇങ്ങനെ എല്ലാ സാധനങ്ങളും വന്നു തുടങ്ങി ഇവിടെ. മറ്റത് അങ്ങനെയല്ല, എല്ലാം ഇവിടെ നിന്ന് മേടിച്ചിട്ട് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആനകളെ കൊണ്ട് കെട്ടി അഷ്ടമിക്കാണ് ഭയങ്കര. അഷ്ടമി അച്ഛൻ എന്ന് പറഞ്ഞ ആൾ, കുഞ്ഞുകുട്ടനച്ഛൻ എന്ന് പറഞ്ഞ ആൾ അഷ്ടമി അച്ഛനായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എൻ്റെയൊക്കെ കാരണന്മാരുടെ കാലത്ത് അത് അറിഞ്ഞത്. അഷ്ടമിയാണ് പ്രധാനം. പിന്നെ കലാപരമായിട്ട് കാര്യം കഥകളി 3-4 ദിവസമാണ് ഇവിടെ ഉത്സവം കൊടിയേറി കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ കലാപരമായിട്ടും ചേർന്നുള്ളത് എല്ലാവരും നല്ല പ്രഗത്ഭന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നു. സുധാവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ റേഡിയോ സ്റ്റേഷൻ്റെ ഡയറക്ടറായിട്ട് അവർ മരിച്ചു. ഇവിടെ പാലിയത്തെ രാനച്ചൻ ഏമാനം എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ പെങ്ങളുടെ മോളാന്ന് പറഞ്ഞു. പിന്നെ സുനന്ദ വർമ്മ, അതും ഇങ്ങേരുടെ ഇതിനകത്താണ്. പിന്നെ ഇവിടെ ഈ നളിനി നാരായണൻ, ഈ മറ്റേ കലാഭവൻ്റെയൊക്കെ ആദ്യം തുടക്ക ഗാനമേളയിൽ ഇവിടെ എൻ്റെ ഓർമ്മയിൽ കണ്ട ഗാനമേളക്കായിട്ടുള്ള MLIസൊക്കെ റെക്സൈസൊക്കെ ഇവരൊക്കെ നിന്ന് 3 വയലിൽ നിന്നും മറ്റേ ഗിറ്റാർ, ഇലക്ട്രിക് ഗിറ്റാർ അല്ലാത്ത ആ ഗിറ്റാറിൽ ആ ഗാനമേളയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പഴയ കാലത്താണ്. കേരളത്തിൽ അന്നും പ്രൗഢിയുണ്ട്. പിന്നെ ഇതുപോലെ സംഗീത സംവിധായകൻ എൻ്റെ ഓർമ്മയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള ആനന്ദബോസ് എന്ന് പറഞ്ഞു. ഈ MK അർജുനെ ആദ്യം അങ്ങേര് പല കഥകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ MK അർജുനെ സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് കൊണ്ടുവന്നത് ഇവിടുത്തെ ഗോപിച്ചേട്ടും ഒരു പീയൂഷ് എന്ന് പറഞ്ഞിട്ടുള്ള ജൂതനും കൂടിയാണ്. അത് കറുത്ത വർണ്ണം എന്നുള്ള പടം പിടിച്ചു. സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് MK അർജുനെ കൊണ്ടുവന്ന് ഇവരാണ്. ഗോപിച്ചേട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാരാരിവട്ടത്തിന് അറിയാം എൻ്റെ വീടിൻ്റെ അടുത്ത്. ആ സിനിമ എന്നിട്ട് വേറെ ആൾക്ക് വിൽക്കുകയില്ല, ഇവർ പിടിക്കുകയില്ല. അതുപോലെ പ്രേമനസീറിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ ചേർന്നവരണം. കാരണം പോൾക്കല്ലെങ്കിൽ ഇവിടെ ചേർന്നവരം പഞ്ചായത്തിൽ പോൾക്കല്ലെങ്കിൽ സാറെന്ന് ആദ്യത്തെ ചിത്രത്തിൽ പുള്ളി പ്രേമനസീറിനെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ഈ ചേർന്നവരം പ്രദേശം വിളിച്ച് നോക്കുമ്പോഴുണ്ട് എല്ലാം കൊണ്ടും ഇത് കലാപരമായിട്ടും. ഇത് ജയൻ ചേട്ടൻ ഇവിടെ എനിക്ക് 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. മൃദംഗത്തിൽ പുള്ളി നല്ല പ്രഗത്ഭനായിരുന്നു, മനസ്സിലായി. അതിനുശേഷം ഇവിടെ ഇരിഞ്ഞാലക്കൂടെ കൊടുത്ത് പുള്ളിക്ക് അവിടെ ഇരിഞ്ഞാലക്കൂടെ പാലിയും അങ്ങനെ പോയി. അവിടെ ആളെന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ആളറിയാം. പക്ഷേ ഇവിടെ ചേർന്നവർത്താണ് എനിക്കും പലതും കളിച്ചും പറഞ്ഞതും ഇവിടെ കാര്യം. പുള്ളി ഇപ്പോൾ ഈ ജയന്തരൻ പാലിയത് തന്നെ മനസ്സിലായി. ഇത്തവണ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ശിവരാത്രിക്ക് അങ്ങനെ ഗാനമേള വെച്ചിരുന്നു. മൃദംഗം നന്നായിട്ട് വായിക്കും പുള്ളി. അങ്ങനെ എൻ്റെ ഒരു അറിവിൽ ഒപ്പം പറയാം.
അപ്പൊ നമ്മത് പാലിയം അമ്പലത്തിന്റെ നടയിലാണ്ട് നിൽക്കണം. അപ്പൊ പാലിയത്തിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന തന്നെയാണ് കുറച്ച് പാലിയം ഉത്സവം വരുമ്പോൾ ഈ കെട്ടിടത്തിൽ നിന്നാണ് പാലിയത്തമ്മമാര് ഉത്സവം മുകളിൽ നിന്ന് കണ്ടിരുന്നത്. ആന ഓടിക്കാനും പള്ളിവേട്ടയ്ക്ക് ആന ഓടിപ്പോകുന്നു ഒക്കെ ഇവിടെ അതിൻ്റെ മുകളിൽ നിന്ന് അവർ ദർശിക്കും പള്ളിവേട്ട സമയത്ത്. മനസ്സിലായില്ലേ? അവർക്ക് ആന കുട്ടി കൊന്നിട്ടുള്ളൂ. കുട്ടി കൃഷ്ണൻ ആന എന്ന് പറഞ്ഞാൽ ഇവിടെ ചോറ് ഒരു പോറ്റി ചോറ് കൊടുക്കാൻ തന്നത് ചേർത്ത് കുതി അങ്ങനെ ഒരു മല്ലൻ ആന ഉണ്ടായിരുന്നു ഇവിടെ. അത് നരകിച്ചാണ് മരിച്ചു പോയത്. അങ്ങനെ പല കഥകളും ഈ പാലിയത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ല, കാര്യമായിട്ടുള്ള അറിയില്ല. പിന്നെ ഇവിടെ ഒരാൾ കയറി തേക്കണ ഉരുളി ഉണ്ടായിരുന്നു. ആ കൂട്ടുപുരയുടെ അപ്പുറത്ത് കൊക്കരണി, അവിടെ ഒരു മറ്റേ വെള്ളമെടുക്കുന്ന കൊക്കരണി ഉണ്ട്, പാചകപ്പര ഉണ്ടായിരുന്നു. ഇതുപോലെ ഈ കുളപ്പരയ്ക്ക് 2 നില ഉണ്ടായിരുന്നു ഇവിടെ ഈ അമ്പലത്തിൻ്റെ കുളപ്പരയ്ക്ക്. അതൊക്കെ പൊളിച്ചൊളിഞ്ഞു. ഈ ഊട്ടുപുരയുടെ പഴയ സൈസുള്ളത് അതേപോലത്തെ ഇതായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ മരുന്നാക്കി വെച്ചത്. അത് കലാബോധമില്ലാത്ത ചില ആൾക്കാരുടെ പണിയാണ് ആക്കി വെച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉള്ളൂ പഴമയുടെ. ഇത് 600 കൊല്ലം 500 കൊല്ലം പഴക്കത്തെ വീടുകളാണ്. ഒരു കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടാമ്പാറ വെച്ച തീപാറ് ആ സൈസ് കല്ലാണ് അതിന് പോകുന്നേ വന്നത്. അത്രയും വെള്ളം ഈ കല്ലാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഈ കേന്ദ്രങ്ങളിലാണ് എല്ലാവരും ഒത്തുകൂടിയത്. ഇവിടെ മുടിയോട്ട് ഈ എക്സ്പ്രസ് വണ്ടികൾ ട്രാൻസ്പോർട്ട് ഡിപ്പോയുടെ ആദ്യം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ചെറിയ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡുണ്ടായിരുന്നു അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പാലങ്ങളില്ല, എല്ലാം കേന്ദ്രങ്ങൾക്ക് വന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. ഉത്സവം കൊണ്ടും ശിവരാത്രി കൂട്ടാനൊക്കെ പോയിരുന്നത്. ആ ഒരു കാലം ഉറക്കുളപ്പും ഇവിടുത്തെ ഉത്സവം ശിവരാത്രിയാണ് പിറ്റേന്നാണ് ആറാട്ട്. മേളത്തിന് ഏറ്റവും തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞ ഏറ്റവും മേളപ്രധാനമുള്ള ഒരു ക്ഷേത്രം ഇത് തൃപ്പൂണിത്തുറ ക്ഷേത്രമംഗലം ഇരിഞ്ഞാലക്കുട കൂടുതൽ മാണിക്യം. പാലിയത്ത് ഏറ്റവും പ്രായം ചെന്ന ആളാണ് പാലിയത്ത് വല്യച്ഛനേമാൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ആണ് ഭരിച്ചിരുന്നത്, പാലിയത്ത് മൂത്ത ആൾ. ആ ഭരിച്ചിരുന്ന ആൾക്ക് വൈക്കത്ത് അമ്പലത്തിൽ പോയി അവിടെ ദർശനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം രാത്രി സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. ഇന്ന സ്ഥലത്ത് ഇന്ന കല്ലിരിക്കുന്ന എൻ്റെ ചൈതന്യം അതിനകത്തുണ്ട്, അത് വെച്ച് പ്രതീക്ഷിക്കാൻ പറഞ്ഞാണ്. അങ്ങനെയാണ് വൈക്കത്തപ്പൻ്റെ അമ്പലം എന്ന് പേരിട്ട്. വൈക്കത്ത് അമ്പലത്തിൻ്റെ അതേ പ്രതീക്ഷയാണ്. പനച്ചിക്കൽ ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് അതിന് ഗ്രൗണ്ട് മാത്രം ചെറുതാണ്. ബാക്കി എല്ലാ പ്രതിഷ്ഠകളും എല്ലാ കർമ്മങ്ങളും ഇതേ അവിടുത്തെ മാതിരി തന്നെയാണ് ഇവിടെ കേട്ടോ. ഇവിടെ അഷ്ടമി വലിയ കേമമായിരുന്നു. ഉത്സവത്തിനും വലിയ കേമം. അഷ്ടമി അച്ഛൻ തന്നെ ഉണ്ടായിരുന്നു, കുഞ്ഞുകുട്ടനും അച്ഛൻ എന്ന് പറഞ്ഞ ആളാണ്. ആനകളെ കൊണ്ട് ഇഷ്ടം പോലെ എനിക്കൊന്നും ഓർമ്മയില്ല, എൻ്റെ കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആനകളെ കൊണ്ട് ഇഷ്ടം പോലെ കെട്ടി ഇവിടെ ഇടും, എഴുന്നു വിളിക്കാതെ കെട്ടിയിടും. അന്ന് പാലിയത്താണ് ആനകൾ. ഗുരുവായൂർ ദിവസം എത്തിനാന പാലിയത്തിനാണ്. പിന്നെ നമ്പൂരി മനക്കൽ ഇവിടെ 5 ആനകൾ ഉണ്ട്. പാലിയം ഗംഗാരം എന്നൊക്കെ പറഞ്ഞാൽ പ്രൗഢിയുള്ള ആനകളാണ്. പാലിയം കുട്ടികൃഷ്ണൻ, ഒരു പിടിയാനയുണ്ടായിരുന്നു, പാലിയം ചന്ദ്രമതി, അങ്ങനെ 5 ആനകളോളം ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പാലിയത്തിൻ്റെ ആസ്ഥാനം കുറച്ച് നാളത്തേക്ക് ഷൊർണൂർക്ക് മാറ്റിയിരുന്നു. അവിടുത്തെ അച്ഛൻ അവിടെ ഭരിക്കേണ്ട ഇതുകൊണ്ട് അവിടെയാണ്. ഇപ്പോൾ ദിവസം കേന്ദ്രത്തേക്ക് തന്നെ ഇവരുടെ ഇതിനകത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പാലിയം ഭാഗം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഭാഗാധാരമാണ് പാലിയം ഭാഗം ചെയ്യുന്നത്. കണ്ടമാനം മെമ്പേഴ്സിന് ഉണ്ട്. ഷൊർണൂർ മുതൽ ഇവിടെ മറ്റേ എറണാകുളത്ത് മറ്റേ ഇവിടം വരെ ഉണ്ട്. വല്ലാറവളം വരെ സ്ഥലങ്ങൾ കിടന്നതാണ്. അപ്പോൾ പാലിയത്തച്ഛൻ കൂടുതൽ വെട്ടിപ്പിടിക്കും. ഈ കൊച്ചിരായതിനും കൂടുതൽ ഇത് വരും എന്ന് ശക്തൻ തമ്പുരാന് തോന്നിയപ്പോൾ ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ ഇൽപ്പാലസിൽ നിന്ന് തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ട് അവിടെ ഭരണം നടത്തി. പാലിയത്തച്ഛനെ മാറ്റിയെടുത്തു, പ്രധാനമന്ത്രി പദവിയിൽ മാറ്റിയെടുത്തു. ഇതൊക്കെയാണ് ചരിത്രത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ 4-7 അമ്പലങ്ങളുണ്ട്. ഒരു തളി ക്ഷേത്രമുണ്ട്, കുന്നത്ത് തളി, കോട്ടയക്കോലത്തിൻ്റെ അടുത്ത്. പിന്നെ കൃഷ്ണക്ഷേത്രമുണ്ട്. ഇത് മാത്രം 10-600 കൊല്ലം ആയിട്ടുള്ള ക്ഷേത്രം. എന്നാൽ 108 ശിവക്ഷേത്രങ്ങളിൽ എണ്ണം പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ഇവിടുത്തെ ക്ഷേത്രം. പിന്നെ ധർമ്മശാസ്താവ് ഭഗ്നി സമേതനായിട്ട് കേരളത്തിൽ തന്നെ ഇല്ല. അത് ആറങ്കാവ് ക്ഷേത്രത്തിൽ ശ്രീമുരുകനും അപ്പുറത്ത് ധർമ്മശാസ്താവ്, അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ എല്ലാ ജാതികളും ഉണ്ട്. കാരണം ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാവരും ഈ ക്ഷേത്രപോലെ പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കലമുണ്ടാക്കുന്ന കൊശവന്മാർ, തൂമ്പ് കളിക്കുന്ന പുലയന്മാർ, തെങ്ങ് കയറുന്ന കണക്കന്മാർ, അതുപോലെ പൂജ ചെയ്യുന്ന നമ്പൂരിമാർ കുറവായി കഴിഞ്ഞിട്ടാണ് ഇവിടെ തുളു ബ്രാഹ്മിൻസ് കുറച്ച് വരുന്നത്. തട്ടാന്മാർ, തമിഴ് തട്ടാന്മാരുണ്ട്, ഇവിടെ നാടൻ തട്ടാന്മാരുണ്ട്. ആശാരി, മൂശാരി, കൊല്ലൻ ഒക്കെ ഇവിടെയുണ്ട്. ഇല്ലാത്ത ജാതികളില്ല. ശാരടി, ഈ അമ്പലവാസികൾ, ശാരടി, മൂസസ്, ഈ വൈദ്യന്മാരൊക്കെ അവരായിരുന്നു. അതും പറഞ്ഞാൽ പിന്നെ പാലിയത്തച്ഛന് മുടി വെട്ടനും വിളക്കത്തല നായർ,
നമുക്കൊക്കെ മറ്റു സാധാരണ അമ്പട്ടന്മാരാണ്, അവർക്ക് വിലക്കത്തറ നായർ. പിന്നെ മുണ്ടടിക്കുമ്പോൾ വെളുത്തെടുത്ത നായർ, മറ്റേ കർമ്മം ചീരയ നായർ വർഗത്തിൽ തന്നെയൊക്കെ അങ്ങനെയായിരുന്നു. ആ പാലിയും ഭരണമുള്ളതിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണത്. പറവൂർ ഈ പാലത്തിനപ്പുറം അത് തിരുവാങ്കൂറിന് പോയി. അത് എന്തോ അതിൻ്റെ കഥകളൊന്നും നമുക്കറിയില്ല. ആലുവ, ആലങ്ങാട്, പറവൂർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പാലിയിൽ തന്നെയായിട്ട് 56 അമ്പലങ്ങളുണ്ട്. കൂഴൂർ അങ്ങനെ ഉൾപ്പെടെ 56 ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അടുത്ത കാലം വരെ ഒരു 10-300 വോട്ടുണ്ടായിരുന്നതാണ് പാലിയിൽ. ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ചുമൊക്കെ പോയി ഇവിടെ ആയ കുറച്ച് പേരേ ഉള്ളൂ. ആ തറവാട് മുസ്ലിംസിനും ഇതൊക്കെ ആയിട്ട് കൊടുത്ത് കുറേ പടങ്ങളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ ആണ്. ഉടമസ്ഥാവകാശമല്ല മുസ്ലിംസിന്, ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ജീവിതം. പിന്നെ ഒരു 5-6 തിരുത്തുകൾ ഉൾപ്പെട്ടാണ് ഇത് വന്നെ. പെരിയാർ പൊഴി വന്ന് ചാലക്കുടിയാറും കൂടി കയറി പോരുന്ന കോട്ടയക്കോലം കുന്നിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം. അവിടെയാണ് ശംഖ്, കൊമ്പ്, വാങ്ക്, മണി എന്ന് പറയുന്നത്. അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ജൂതപ്പള്ളി. ഇത് 25 ഏക്കർ ചുറ്റളവിൽ നിൽക്കുന്നതാണ്. ഒരു ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് കാര്യങ്ങൾ.